സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കുന്നത് സ്വർണ്ണത്തിൽ വൻ നിക്ഷേപം ഇറക്കിയവരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വർഷം ഇതുവരെയായി 23% സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവ്. അതായത് ജനുവരി മാസം 1 ലക്ഷം രൂപ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ സമ്പാദ്യം ഇപ്പോൾ 1,23,000 മുകളിലേക്ക് വളർന്നിട്ടുണ്ടാകും. അതായത് 4 മാസത്തിനുള്ളിലെ ലാഭം 23,000 രൂപ. നിക്ഷേപകർക്ക് വർധനവ് സന്തോഷം നൽകുമ്പോൾ സാധാരണക്കാരായ സ്വർണ്ണമോഹികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നിക്ഷേപം എന്നതിലുപരി വിവാഹം ഉൾപ്പെടെയുള്ള സാംസ്കാരിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ സ്വർണ്ണ വിൽപ്പന വലിയ തോതിൽ നടക്കുന്നത്. വിവാഹത്തിനും മറ്റും കടമെടുത്തും മറ്റും സ്വർണം വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ ഇന്ത്യൻ കുടുംബങ്ങൾ എത്തുന്നുണ്ട്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ വരാനിരിക്കുന്ന വിവാഹ സീസണാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വർണ്ണാഭരണങ്ങൾ വിൽക്കപ്പെടുന്ന സമയം. വിലവർധനവ് സാധാരണ കുടുംബങ്ങളുടെ വാങ്ങൽ രീതികളെ വലിയ രീതിയിൽ മാറ്റിമറിച്ചതോടെ കച്ചവടം കുറഞ്ഞേക്കുമെന്ന ആശങ്ക ജ്വല്ലറി ഉടമകൾക്കിടയിലും ശക്തമാണ്. ആളുകളെ ആകർഷിക്കാനായി പണിക്കൂലിയിലെ കുറവ്, ഭാരം കുറഞ്ഞ ആഭരണങ്ങൾ, പഴയ ആഭരണങ്ങൾക്ക് പൂർണ്ണ മൂല്യം തുടങ്ങിയ ഓഫറുകളും ജ്വല്ലറികൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വർണം വിലയിലെ വർധനവ് കാരണം വാങ്ങാൻ തീരുമാനിച്ച അളവിൽ കുറവ് വരുത്തിയവരും നിരവധിയാണ്. എൻ്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞത്. ആ സമയത്ത് സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,800 രൂപയായിരുന്നു. അവൾക്ക് 21 പവൻ സ്വർണം വിവാഹ സമ്മാനമായി നൽകാമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. എന്നാൽ നിലവിലെ വില വർധനവിന് കാരണം അത് സാധ്യമല്ല എന്നും വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മയായ ശാന്ത എന്ന വ്യക്തി ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്വർണം വാങ്ങുന്നതിന് പകരം ആ പണം മകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട്. വിവാഹ ആഭരണങ്ങളെക്കുറിച്ച് അച്ഛൻ തന്നോട് സംസാരിച്ചിരുന്നുവെന്നും വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം സ്വർണത്തിന് പകരം പണം മതിയെന്ന് അഭിപ്രായപ്പെട്ടതായി ജൂണിൽ വിവാഹം കഴിക്കാൻ പോകുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ റിസപ്ഷനിസ്റ്റായ കെ പ്രിയദർശിനി എന്ന പെൺകുട്ടിയും പറഞ്ഞിരുന്നു. ഈ വർഷം വിവാഹിതയാകാൻ പോകുന്ന തന്റെ മറ്റൊരു സുഹൃത്തും സ്വർണം വാങ്ങുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനായി ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ഒന്നിച്ചുള്ള ബാധ്യത താങ്ങാനാകാത്ത പലരും പ്രതിമാസം 1 ഗഡു എന്ന രീതിയിൽ മുൻകൂർ തുക അടച്ച് സ്വർണം വാങ്ങുന്ന പദ്ധതിയിൽ ചേരുന്നത് വർദ്ധിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ആളുകൾ ഇത്തരത്തിലുള്ള സ്വർണം വാങ്ങൽ മടിക്കുമ്പോൾ ജ്വല്ലറി ഉടമകൾ പറയുന്നത് വില ഇനിയും ഉയരുമെന്ന് തന്നെയാണ്. അതായത് വില കുറയുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. വിലവർധനവ് ഉണ്ടാകുമ്പോഴെല്ലാം ഉപയോഗം ചെറുതായി കുറയും. പക്ഷേ അക്ഷയ തൃതീയ സീസൺ വരുന്നതോടെ ഉപയോഗം വർദ്ധിക്കുകയും. സ്വർണ്ണ ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗമാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങി പണമാക്കി മാറ്റാം. GRT ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ GR ആനന്ദ് അനന്തപത്മനാഭനാണ് ഇത് പറഞ്ഞത്.